ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ നീ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാണ് ഇവള് വരുന്നത് കേട്ടോ. അപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ആളെ ഞാൻ കാണുന്നത്. അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അടുത്തൊരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ആൾ വഴി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നാളുകൂടി കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. പഴയതുപോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓടി ഇറങ്ങി വന്ന് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കുറേ നേരം സംസാരിച്ചു. നമ്മൾ എവിടെയൊക്കെ പോയാലും എത്ര നാൾ കഴിഞ്ഞാലും നാട്ടിൽ വന്ന് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഇടുക്കിയിൽ ഈ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് വന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിലെ വ്ളോഗായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് ഇടുക്കിയിലെ വിശേഷങ്ങളൊക്കെയായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കാൽവരി മൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. കൂടുതൽ ആൾക്കാരും ഇടുക്കിയിലേക്ക് ട്രിപ്പ് വരുമ്പോൾ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാൽവരി മൗണ്ട്. അപ്പം ഞാനിവിടെ കുറേ തവണ വന്നിട്ടുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വരാൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ UGക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് അതെ കാൽവരി മൗണ്ട് വരണം എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ PG കഴിയാറായി, ഇതുവരെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ ഒരു വെക്കേഷൻ വന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കാം. ലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ടോ? വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ കുറേ തവണ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ വീടാണ് കുറച്ചുകൂടി ഇതിൻ്റെ അടുത്തായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടുത്തെ ഫുൾ വിശേഷങ്ങൾ വീഡിയോയിൽ കാണിക്കാം. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഒരാൾക്ക് 25 രൂപയാണ് എൻട്രൻസ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ അകത്തേക്ക് കയറി. സമയം ഏകദേശം 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെയും വൈകുന്നേരമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. കാരണം അപ്പോഴത്തെ ഒരു വ്യൂ അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ പോലും നിങ്ങൾ നോക്കുക ഗൈസ്, നമ്മൾ ഉച്ച സമയത്ത് വന്നിട്ട് പോലും ഇത്രയ്ക്കും ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഏറ്റവും ടോപ്പ് ഭാഗത്തു നിന്നും ഒരുപാട് താഴെ വരെ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി പോകാറുണ്ട്. അപ്പോൾ നമ്മളും കുറച്ചൊക്കെ ഇറങ്ങിപ്പോയി നിന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വന്ന് ഫോട്ടോസും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കല്യാണ ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഇടുക്കിയിലെ ആളുകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കാൽവരി മൗണ്ട്. ഇവിടെ ഞാൻ ഒരുപാട് ടൈപ്പ് ആൾക്കാരെ കണ്ടു കേട്ടോ. ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഭയങ്കര ചില്ലടിച്ച് വെറുതെ കുറേ ഫോട്ടോസൊക്കെ വന്നെടുത്ത് ഭയങ്കര ഓളം വെച്ച് നിൽക്കുന്ന അങ്ങനത്തെ കുറച്ച് പിള്ളേരെ കണ്ടു. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് കുഞ്ഞു പിള്ളേരെയൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്. അതുപോലെ ഒറ്റയ്ക്ക് വന്ന് വെറുതെ കുറേ നേരം അതായത് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി വരുന്ന ആൾക്കാരെ കണ്ടു. ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട് പോയി ഇരിക്കാനും കാണാനും നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. ഞാൻ ഇവരെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇത് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ UGയിൽ ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. ഒരാൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, അന്ന് തൊട്ട് ഞങ്ങൾ ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു ഒരു വ്ളോഗ് എടുക്കണം. എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഞങ്ങളുടെ കോളേജിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ പോകുന്ന വഴിയൊക്കെ നിറയെ പാറയും മലയും, നല്ല രസം, നല്ലൊരു സീനറി അല്ലേ. അതെ, മഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര മഞ്ഞും തണുപ്പൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല ഒരു കുറേ കണ്ടന്റ് ഉണ്ടായിരുന്നു കോളേജിലൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ആൾക്കാരൊക്കെ ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ എന്നൊരു പേടിയൊക്കെ ആയിരുന്നു അന്നൊക്കെ വ്ളോഗ് എടുക്കാനൊക്കെ. പക്ഷെ നമ്മുടെ ആർലക്ഷ്മിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിനകത്ത് ക്രാഫ്റ്റ് പിന്നെ ട്രിപ്പുകൾ ഒത്തിരി അങ്ങനെ ഒരു ചെറിയൊരു ചാനൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മീനുവിന് ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതൊരു ചെറിയൊരു ചാനൽ. പക്ഷെ എനിക്ക് ചാനലില്ല, വ്ളോഗൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞാൽ PGക്കൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ എവിടെ നിന്നൊക്കെ കുറച്ച് ധൈര്യമൊക്കെ കിട്ടി. എങ്ങനെയോ ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. വീണ്ടും എന്നല്ല, ഞാൻ ഫസ്റ്റ് നമ്മുടെ UGയുടെ ഒരു ഡാൻസ് അപ്ലോഡ് ചെയ്തിട്ട് ആ ഡാൻസ് ഒരു 2 ലൈക്ക് ഒറ്റയടിക്ക് ഫസ്റ്റ് വീഡിയോ 2 ലൈക്ക് അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടി. പിന്നെ PGക്കൊക്കെ പോയപ്പോൾ ചെറുതായിട്ട് ഇടാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ചെറിയൊരു ചാനലായിട്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ എപ്പോഴും ഈ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ അന്നത്തെ ആ ഒരു ഡ്രീമാണ് എൻ്റെ ഒരു മനസ്സിൽ. ഞങ്ങളിങ്ങനെ കുറേ സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ നമ്മുടെ കോളേജിലേക്ക് ഞങ്ങൾ 3 പേര് സ്കൂട്ടറിനാണ് പോകുന്നത്. 3 സ്ഥലത്തുനിന്ന് വന്ന് ഒരിടത്ത് ഒരുമിച്ച് നിന്ന് കറക്റ്റ് 9 മണിയാകുമ്പോൾ 3 വണ്ടിയും കൂടെ ഒരുമിച്ച് പോകും, അല്ലെങ്കിൽ 2 വണ്ടിയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ എന്താ പറയുക, കുറേ രസമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതെ, നല്ല രസമായിട്ടുള്ള കുറേ മെമ്മറീസ് ആണ് UGയിലുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്നത്തെ വലിയൊരു ഡ്രീം ആയിരുന്നു കാൽവരി മൗണ്ട് എത്തണം എന്ന്. ഏകദേശം കട്ടപ്പനയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 12 കിലോമീറ്റർ ആണ് കട്ടപ്പനയിൽ നിന്ന് കാൽവരി മൗണ്ടിലേക്ക്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, വരാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും. അങ്ങനെ അവസാനം ഇതാ UG കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കണ്ടുമുട്ടി ഇങ്ങോട്ടേക്ക്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഒരാളെ ഞങ്ങൾ മിസ്സാക്കി, അതിൻ്റെതായ വിഷമമുണ്ട്. അവൾ ഇത് കാണുമ്പോൾ മിസ്സാവുന്നുണ്ടായിരിക്കും. പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ 4 പേര് എന്തായാലും വരുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോയി അടിച്ച് പൊളിച്ച് ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ
ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് എങ്ങോട്ടേലൊക്കെ പോകണമെന്നാണ്. ഒരുമിച്ച് ഇവിടെ വരാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഓൾറെഡി നമുക്ക് ആ ഒരു വെയിലുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഒരു തണുപ്പ് തന്നെയാണ്. പക്ഷേ ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നി ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഇടുക്കിയിലേക്ക് ഒരു ദിവസത്തെ ട്രിപ്പായി കാൽവരി മൗണ്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഇടുക്കിയിൽ നിന്ന് പുറത്തുനിന്ന്, അതായത് നമ്മുടെ ഫ്രണ്ട്സും മറ്റു ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത് ഈ ഒരു കാൽവരി മൗണ്ടിലാണ്. കാരണം ഇത്രയ്ക്ക് അടുത്ത് കിടക്കുന്ന നമുക്ക് തന്നെ ഓരോ തവണ വരുമ്പോഴും അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവരുടെ കാര്യം പറയണം. റിസോർട്ടിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ട്രെക്കിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് വരാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ അടിച്ചു പൊളിക്കാനാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരൂ. അത്രയ്ക്കും വൈബായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അവിടെ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. റീൽസ് എവിടെ പോയാലും റീൽസ് എടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു മെയിൻ കാര്യം തന്നെയാണല്ലോ. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ഫോട്ടോസാണ് കേട്ടോ. ഇഷ്ടം പോലെ അടിപൊളി ഫോട്ടോസ് നല്ല ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇതാ ഈ തേയിലത്തോട്ടത്തിലെ കുറേ അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോകുന്നു. അതായത് നമ്മൾ നേരത്തെ ഒരു സ്പോട്ട് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇങ്ങോട്ട് വന്നിറങ്ങിയതും എന്ത് രസമാണല്ലോ ഇവിടെ കാണാനായിട്ട്. ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒത്തിരി സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാൽവരി മൗണ്ടിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നോക്കുകയും വരാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമായിരിക്കും. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള നമുക്കൊരു ആ ഒരു വൈബിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാൽവരി മൗണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റെല്ലാ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും എല്ലാം മറന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ആ ഒരു ഫുള്ളായിട്ടും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും കാൽവരി മൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാൻ നേരമാണ് ഓർത്തത് നമ്മുടെ ആര്യലക്ഷ്മി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്, ഇതിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നല്ല പുളി ഉള്ള ഒരു സംഭവം ഉപ്പിലിട്ടതാണ് കേട്ടോ, പേര് മറന്നുപോയി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു, 3 മണി അത്രയൊക്കെ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാൽവരി മൗണ്ടിലെ ആ ഒരു ചെറിയൊരു ടൗണൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോയി ഗായ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.